സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയെന്ന് അനുസ്മരിക്കുന്ന പുസ്തകം ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി പ്രകാശനം ചെയ്തു. ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരും പ്രവർത്തിച്ചവരുമായ 25 പേരുടെ ഓർമ്മക്കുറിപ്പുകളാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീകുമാറാണ് വികസന കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാടുകൾ വ്യക്തമാക്കുന്ന കുറിപ്പുകൾ ഉൾപ്പെടുത്തി ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന പുസ്തകം പുറത്തിറക്കിയത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ E. ശ്രീധരൻ, ക്രിസ് ഗോപാലകൃഷ്ണൻ, EK ഭരത്ഭൂഷൺ തുടങ്ങി 25ഓളം പേരാണ് ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ആദ്യ പ്രതി ശശി തരൂർ MP ചാണ്ടി ഉമ്മൻ MLAയ്ക്കും മറിയ ഉമ്മനും നൽകി പ്രകാശനം ചെയ്തു. എല്ലാവർക്കും അറിയണം ഇത് എന്തൊക്കെയാണ് നമ്മളുടെ ഈ എക്സ്ട്രീംലി അൺയൂഷ്വൽ മുഖ്യമന്ത്രി നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇതൊന്നും മറ്റേ സംസ്ഥാനങ്ങൾക്കും പഠിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി ചാണ്ടി ഉമ്മൻ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിൻ്റെ അന്ന് കേരളത്തിലെ 31 വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുക. 25 വീടുകൾ പുതുപ്പള്ളിയിലും 6 വീടുകൾ, 1 തിരുവനന്തപുരത്ത്, 1 എറണാകുളത്ത് അടക്കം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ജൂലൈ 18-ന് വീട് കയറുന്ന രീതിയിൽ പണിഞ്ഞു കൊടുക്കുവാൻ ഉള്ള തീരുമാനമെടുത്തു. ഉമ്മൻചാണ്ടി വിദ്യാജ്യോതിയാണ്. ആ വിദ്യാജ്യോതി എന്ന് വെച്ചാൽ കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അനവധി പരിപാടികൾ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി കേരളമൊട്ടക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. വികസനത്തിലും കരുതൽ സൂക്ഷിച്ച ആളാണ് അപ്പയെന്ന മറിയ ഉമ്മൻ അനുസ്മരിച്ചു. ഈ മരണശേഷമായിരിക്കാം ആ കാരുണ്യവും കരുതലുമാണ് എടുത്തെടുത്ത് പുറകെ വന്നത്. പക്ഷെ എന്നാലും അപ്പയ്ക്ക് ഇത് രണ്ടിലും, വികസനത്തിലാണെങ്കിലും കാരുണ്യവും കരുതലിലാണെങ്കിലും ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു: അതിവേഗം ബഹുദൂരം. യുവതലമുറയ്ക്ക് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് വെളിച്ചം പകരുന്നതിൽ മുതൽക്കൂട്ടായി മാറും ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന ഈ ഗ്രന്ഥം. അമൃത ന്യൂസ്, കൊച്ചി.